ചില മരണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങട് അസ്വസ്ഥമാക്കും. അത് നമ്മുടെ ബന്ധുക്കളാവണമെന്നില്ല, സുഹൃത്തുക്കളാവണമെന്നില്ല, നമ്മുടെ പരിചയക്കാരാവണമെന്നില്ല, ആത്മഹത്യ ആവണമെന്നില്ല, കൊലപാതകമാവണമെന്നില്ല, സാധാ മരണങ്ങളാവണമെന്നില്ല. അല്ലെ? എന്റെ ചെറുപ്പത്തില് എന്റെ മനസ്സിനെ ഒരുപാട് അസ്വസ്ഥമാക്കിയ ഒരു മരണമാണ്, അല്ല, കൊലപാതകമാണ് കോഴിക്കോട് ഭക്തവത്സലം കൊലക്കേസ്. കോഴിക്കോട് പാളയം റോട്ടിലെ KM രാധാകൃഷ്ണ ചെട്ടി ആൻഡ് ബ്രദേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സീനിയർ മാനേജിംഗ് പാർട്ണറായിരുന്ന KR ഭക്തവത്സലം കൊല്ലപ്പെട്ട സംഭവം 1983 മെയ് 31 രാത്രി തന്റെ സ്ഥാപനം പൂട്ടി വീട്ടിലേക്ക് വരികയായിരുന്ന ഭക്തവത്സലത്തെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് തന്റെ ഗേറ്റിന് മുൻവശത്ത് വെച്ചാണ് അജ്ഞാതനായ യുവാവ് കുത്തി പരിക്കേൽപ്പിച്ചത്. പിടഞ്ഞു വീണ ഭക്തവത്സലത്തെ ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ചിന്താവളപ്പിലുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് പോകും വഴി ഭക്തവത്സലത്തിന്റെ അനിയനാണ് തളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സ്കൂട്ടറിൽ കൊണ്ടിറക്കിയത്. പിന്നീട് വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ പോകുമ്പോൾ അജ്ഞാതനായ ഒരാൾ അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഭാര്യയും 2 പെൺമക്കളും ഒരു മകനുമുള്ള ഭക്തവത്സലം ഇംഗ്ലണ്ടിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന മകളുടെ അടുത്തേക്ക് പിറ്റേന്ന് തന്നെ പോകാനിരിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് കൺട്രോൾ റൂം പോലീസ് എത്തിയെങ്കിലും കസബ പോലീസ് പരിധിയാണെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഏറെ വൈകി വന്ന കസബ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ബാഗിലുള്ള പണം നഷ്ടപ്പെടാത്തത് കൊണ്ടും കുത്താൻ ഉപയോഗിച്ച കത്തി അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടും കളവിനായോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ക്രിമിനലോ അല്ല ചെയ്തത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു. ആരോടും ശത്രുതയില്ലായിരുന്ന ഭക്തവത്സലം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ധാർമ്മിക കാര്യങ്ങളിലും ഏറെ തൽപരനായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം, ഏതൊരു കുറ്റകൃത്യത്തിനും ദൈവം സാക്ഷിയായി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, അതല്ലെങ്കിൽ വെള്ളയിൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണം, അതുപോലെ തന്നെ കൂടരഞ്ഞിയിലെ ഓവുചാലിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണം, ഇത് രണ്ടും ചെയ്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അടുത്ത കാലത്ത് വന്നതുപോലെ ഭക്തവത്സലത്തിന്റെ കേസിലും ഏതെങ്കിലും ഒരാൾ ഒരു വെളിപ്പെടുത്തലായി നമുക്ക് മുന്നിൽ വന്നു ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ, ബന്ധുക്കളുടെ മനസ്സിൽ, സുഹൃത്തുക്കളുടെ മനസ്സിൽ പോലീസ് ക്രൈം ഫയലിൽ ഭക്തവത്സലം ഒരു തീരാ നോവായി, ഒരു ചോദ്യചിഹ്നമായി എന്നും ഉണ്ടാവും. ഞാൻ രഞ്ജിത്ത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ്. നന്ദി.